വെയിറ്റ് കൂടുതലുള്ളവരും ഷുഗർ കൂടുതലുള്ളവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഒരു കളർഫുൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റും ഷുഗറും ഒക്കെ ഒന്ന് നോർമലാക്കിയാലോ? താല്പര്യമുള്ളവർ നിറക്കൂട്ട് വ്ളോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടോളൂ. ഈ ഒരു സിമ്പിൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് ചിയ സീഡാണ്. 1 സ്പൂൺ ചിയ സീഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ചിയ സീഡിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് രാത്രി തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി നമുക്ക് കഴിക്കാവുന്നതുമാണ്. ഇപ്പോൾ എന്താ സംഗതിയെന്ന് മനസ്സിലായില്ലേ? ഓവർനൈറ്റ് ഓട്സ് ആണ് തയ്യാറാക്കുന്നത്, അതും ഒന്ന് കളർഫുള്ളായിട്ട്. ചിയ സീഡ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം വീഴ്ത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ചിയ സീഡ് നന്നായിട്ട് കുതിർന്ന് പെരുവുന്നതാണ്. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ചിയ സീഡ് ചിലർക്ക് അസിഡിക് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർ അതൊന്ന് സാമ്പിളായിട്ട് യൂസ് ചെയ്ത് നോക്കുക. മാത്രമല്ല ചിയ സീഡ് കഴിക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഓവർനൈറ്റ് ഓട്സിലേക്ക് ബാക്കി വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഗ്ലാസ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത് വെയിറ്റ് ലോസിന്. പിന്നെ വേണ്ട സാധനം ഈത്തപ്പഴം, 1 ആപ്പിള്, 1 മാതള എന്നിവ എടുത്തിട്ടുണ്ട്. ഇവ ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി. ചിയ സീഡ് കുറച്ചുകൂടി നന്നായിട്ട് പെരുകി വന്നിട്ടുണ്ട്. 2 ഗ്ലാസ് ഓവർനൈറ്റ് ഓട്സ് ലഭിക്കുന്നതിനുള്ള അളവുകളാണ് പറയുന്നത്. ഇനി വലിയൊരു ബൗളിലേക്ക് 3 സ്പൂൺ ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സിലേക്ക് 1 ഗ്ലാസ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് അത് തണുത്ത ശേഷം അതിൽ നിന്നുള്ള പാൽപ്പാട മാറ്റിയ ശേഷം നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. അവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. റോബസ്റ്റ പഴമുണ്ടെങ്കിൽ 1 റോബസ്റ്റ പഴം ചേർത്താൽ മതിയാവും. ഞാനിവിടെ 2 ചെറിയ പാളയംതുടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അവ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ആപ്പിൾ തോട് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാതളവും നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈത്തപ്പഴം കൂടി ഒന്ന് ചെറിയ പീസസാക്കി അരിഞ്ഞെടുക്കണം. ഇനി ഇവ ഓരോന്നായി ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരാൾക്ക് 2 അല്ലെങ്കിൽ 3-ൽ കൂടുതൽ ഈത്തപ്പഴം എടുക്കാൻ പാടില്ല. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്ത് ഒരു ബൗളിലേക്കിട്ട് കുറച്ച് വെള്ളം വീത്തി അതിനെ കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കുക. മുന്തിരിയിൽ നല്ല അഴുക്ക് കാണാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ പേരും ഡയറക്റ്റായിട്ട് മുന്തിരി ഓട്സിലേക്ക് ഇടാറാണ് പതിവ്. അങ്ങനെ ചെയ്യാതെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഇടുക. അതുപോലെ തന്നെയാണ് ചിയ സീഡ് കുതിരാൻ വയ്ക്കുന്നത്. മിക്കുള്ളവരും ഓട്സിലേക്ക് ഡയറക്റ്റ് ചിയ സീഡ് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം രാവിലെ എടുക്കാറാണ് പതിവ്. ഓട്സിലേക്ക് ആദ്യമായിട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. 5 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മാതളം കൂടി ചേർക്കാം. ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചിയ സീഡ് കൂടി ചേർക്കാം. ചിയ സീഡിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേർക്കണ്ട. ഇതിലേക്ക് 2 സ്പൂൺ കുതിർന്ന ചിയ സീഡാണ് ചേർക്കുന്നത്. ഇങ്ങനെ കുതിർത്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിയ സീഡ് ഇത്ര നന്നായിട്ട് കുതിർന്ന് വന്നതായിട്ട് തോന്നിയിട്ടില്ല. അതിനുശേഷമാണ് പ്രത്യേകമായി ചിയ സീഡ് കുതിർത്ത് ചേർത്ത് തുടങ്ങിയത്. ഇനി അതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനൊരു 15 മിനിറ്റ് പുറത്ത് തന്നെ വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. റെസിപ്പി കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും വീഡിയോ നിർത്തി പോകാൻ നോക്കണ്ട. കുറച്ചുകൂടി സാധനങ്ങൾ ഇതിലിനി ചേർക്കുന്നുണ്ട്. രാത്രി ഫ്രിഡ്ജിൽ വെച്ച ശേഷം രാവിലെ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് വെളിയിലെടുക്കാവുന്നതാണ്. കഴിക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ തണുപ്പെല്ലാം മാറിക്കിട്ടും. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് 3 ബദാമും 3 പിസ്തയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തണ്ണിമത്തൻ കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തണ്ണിമത്തനും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിയെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓവർനൈറ്റ് ഓട്സ് ഒന്ന് കളർഫുള്ളാക്കാം.
ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓവർനൈറ്റ് ഓട്സ് കൂടി ചേർക്കുക. ഗ്ലാസിൻ്റെ പകുതിയോളം അത് ചേർത്ത ശേഷം വീണ്ടും തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ തണ്ണിമത്തൻ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗത്തേക്ക് ബാക്കി ഫില്ലിങ്ങും കൂടി ചെയ്യാം. 2 സ്പൂൺ ഓവർനൈറ്റ് ഓട്സ് കൂടി ചേർത്ത് കൊടുക്കുക. ബദാമും പിസ്തയും പൊടിച്ചെടുത്തത് അലങ്കാരത്തിനായി മുകളിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. 3 ഉണക്കമുന്തിരി കൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. 1 സ്പൂൺ തേൻ കൂടി ചേർത്ത് നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്വാദിഷ്ടവും കളർഫുള്ളുമായിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് തയ്യാറായി കഴിഞ്ഞു. ഇഷ്ടമില്ലാത്ത ഫുഡ് കഷ്ടപ്പെട്ട് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ധാരാളം ഫ്രൂട്ട്സും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിറക്കൂട്ട് വ്ളോഗ്സ് ഒന്ന് കൂട്ടാക്കിക്കോളൂ.